ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടൈംബക്സിലെ ഏറ്റവും നല്ല ഓഫറുകളും അതുപോലെ തന്നെ ഏറ്റവും മോശമായിട്ട്, അതായത് നമുക്ക് ഗെയിം ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഒന്നും തരാത്ത ഓഫറുകളെ കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള തന്നെ ആദ്യം പറയാം. ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നുന്നത് പബ് സ്കെയിലാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് പബ് സ്കെയിൽ വളരെ മോശമായിട്ടുള്ള ഓഫർ വളരായിട്ടാണ് തോന്നിയത്. കാരണം ഇതിനകത്ത് ഞാൻ കുറച്ച് ഓഫറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എമൗണ്ട് ഒന്നും ക്രെഡിറ്റ് ആയിട്ടില്ല. ഞാൻ റിപ്ലൈ അയച്ചിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് പോലും അവർ റിപ്ലൈ തന്നിട്ടില്ല. അപ്പോൾ പബ് സ്കെയിലിൻ്റെ ഞാനിപ്പോൾ ഒരു ഗെയിം കൂടെ പ്ലേ ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ 4th ലെവൽ വരെ ഞാൻ കംപ്ലീറ്റ് ആയി. ഏകദേശം 5.4K സെൻറ്റിൻ്റെ വരെ ഞാൻ കംപ്ലീറ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ലെവലിൻ്റെ എനിക്ക് എമൗണ്ട് കിട്ടിയില്ല. ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടും എനിക്ക് റിപ്ലൈ ഒന്നും അവർ തന്നിട്ടില്ല. ഏറ്റവും ടോപ്പായിട്ട് നല്ലതായിട്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത് മൈ ചിപ്സാണ്. മൈ ചിപ്സിനകത്ത് നിന്ന് ഞാൻ റീസെൻ്റായിട്ട് ഒരു ഗെയിം കളിച്ചിരുന്നു. എനിക്ക് $24 മുകളിൽ കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മൈ ചിപ്പ് ഞാൻ ഒരുപാട് ഗെയിംസ് ഞാൻ മൈ ചിപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. ഏതൊരു ഗെയിമും ഞാൻ നോക്കുവാണെങ്കിൽ ആദ്യമേ മൈ ചിപ്പിനകത്ത് പുതിയ ഗെയിം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ വീഡിയോ ഇടാറുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ മൈ ചിപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബിറ്റ്ലാബ്സിൻ്റെ ടോറോക്സിൻ്റെയാണ്. ബിറ്റ്ലാബും ടോറോക്സും അത്യാവശ്യം നല്ല റേറ്റുള്ള ഗെയിംസ് തരുന്നുണ്ട്. പിന്നെ എപ്പോഴും ഒന്നും ക്രെഡിറ്റ് ആകുന്നില്ല. ചിലർക്ക് ക്രെഡിറ്റ് ആകുന്നുണ്ട്, ചിലർക്ക് ക്രെഡിറ്റ് ആകത്തില്ല. അങ്ങനത്തെ വിഷയമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്ത് കുറച്ച് പേർക്ക് ക്രെഡിറ്റ് ആകുന്നുണ്ട്, വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടും ക്രെഡിറ്റ് ആകാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് 100% ഷുവർ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു ഗെയിം കളിച്ച് എനിക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് ആയാൽ ചിലപ്പോൾ അത് നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്രെഡിറ്റ് ആണോന്നില്ല. ആദ്യം പ്ലേ ചെയ്ത ചിലപ്പോൾ ഞാനായിരിക്കും, അപ്പോൾ എനിക്കായിരിക്കും അവർ എമൗണ്ട് തന്നത്. അതുകൊണ്ട് നമുക്കത് കൺഫേം ചെയ്ത് പറയാനും പറ്റില്ല. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഏത് ഗെയിമിലാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫെയർലി ഉണ്ട്, അതുപോലെ തന്നെ നോട്ടിങ് ഉണ്ട്. നോട്ടിങ് മീക്കകത്തും നമുക്ക് ഇതുപോലെ ഒരുപാട് ഗെയിംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പ്ലേ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നോട്ടിങ് മീ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്യാഷ് ഒക്കെ കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് പിക്സൽ പോയിൻ്റ് ആണ്. പിക്സൽ പോയിൻ്റ് നമുക്കറിയാം. പിക്സൽ പോയിൻ്റ് നമുക്ക് പ്രൊമോ കോഡ് കൊണ്ട് മാത്രമാണ് പ്രയോജനം. അപ്പോൾ പ്രൊമോ കോഡ് ഞാൻ പ്രൊമോ കോഡ് നോർമലായിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ പ്രൊമോ കോഡ് അടിച്ചു കൊടുക്കുക. അങ്ങനെ ആഴ്ച 3 തവണ പ്രൊമോ കോഡ് വരാറുള്ളതാണ്.